എന്റെ ആളിയാ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? ഞാൻ റീത്തും വാങ്ങിച്ചോണ്ട് നേരെ അങ്ങോട്ട് പോകും. നാണക്കേടായി. റീത്ത് മേടിച്ചോണ്ട് പോകാൻ തുടങ്ങിയത് നമ്മൾ ആരും അല്ല, നമ്മൾ കള്ളന്മാരാ. നീ എപ്പോഴും പിന്നെ നീ തന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? നിങ്ങൾ വീട് കുത്തി തുറന്ന് പൈസ എടുത്തോണ്ട് പോയോ? അവന്റെ പൈസ നീ മര്യാദക്കുള്ള ഞാൻ മര്യാദക്ക് തന്നെ നീ രാവിലെ ഇവിടുന്ന് എപ്പോഴാ പോയത്? വാതിലൊക്കെ തുറന്നു വലന്നിട്ട് കിടക്കുകയാണ്. എന്തെങ്കിലും കാണാതെ പോയാ? കാണാതെ പോയാ പൈസ കാണാനില്ല. പോയാ ആ ഏക്ക് കൊടുക്കാനുള്ള 19,000 രൂപയുണ്ട്. എല്ലാം പോയി വിടുന്നു. എന്റെ അളിയാ ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പോയിട്ട് വന്നേ ഉള്ളൂ. രണ്ടുപേന്മാരെ പിടിച്ചു. ഇനി റെസിപ്റ്റ് കുറ്റിയായിട്ട് വന്നിട്ട് എന്താ വൃദ്ധസാധനത്തിലേക്ക് സംഭാവന എന്ന് പറഞ്ഞ് വന്നിട്ട് ഫോൺ നമ്പർ മാറ്റി വീട് കുത്തി തുറന്ന് മോഷണം. രണ്ടുപേരെ പിടിച്ചു. അങ്ങനെ ഇവിടെ ആരെങ്കിലും വന്നാ? ഇവിടെ ആരെങ്കിലും വന്നാ? ഇവിടുന്ന് രാവിലെ വന്നൊരു കക്ഷി. വന്നിട്ട് മറ്റേ വൃദ്ധസാധനത്തിന്റെ ഇതിനാന്നൊക്കെ പറഞ്ഞിട്ട് പൈസയും വാങ്ങിച്ച് പിന്നെ എന്തൊക്കെ റെസീറ്റ് ഒക്കെ എഴുതി തന്ന്. അല്ല അങ്ങനെ ഇനി അവരാണെങ്കിൽ തന്നെ ഈ ജമന്തിയുടെ അച്ഛൻ മരിച്ചു എന്നൊക്കെ വിളിച്ചു പറയാൻ അവർക്ക് എങ്ങനെ അറിയും? അത് ശരിയാണല്ലോ. അപ്പൊ ഇത് നിന്നെ വിളിക്കാൻ നിന്റെ നമ്പർ എങ്ങനെ അറിയാം? എന്താണെന്നറിയോ? ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പുള്ളി കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടാ പോയത്. അപ്പൊ സംഭവം അത് തന്നെ. അവൻ എല്ലാ വിവരവും ഇവിടെ നിന്ന് എടുത്തിട്ട് അവന്മാർ ചെയ്തതാ. എന്റെ പൊന്നളിയാ ഇങ്ങനെ ഏവനെങ്കിലും വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഉള്ള വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇനിയിപ്പോ പോയത് പോയി. വാ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പരാതി. ഒന്ന് നിന്നേ. അത് ഈ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ക്ലീറ്റോ ആണെന്നുള്ള നിന്റെ ഒരു ധാരണയുണ്ടല്ലോ, അത് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇനി മേലാൽ ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവള് പറഞ്ഞ വല്ലതും നിനക്ക് മനസ്സിലായോ? അവളങ്ങനെ പലതും പറയും. നീ വാളിയാ.